ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് സ്റ്റോഴ്സ് മാനേജ്മെൻറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അതിൻ്റെ പേര് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റായി, പിന്നെ അത് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റുമായി. 1982 മുതലാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു വേർഡ് തന്നെ കോയിനേജ് ആയത്. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സാധനം എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് വെയർ ഹൗസിംഗ്. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം കൂടെ വരുമ്പോൾ ഏതൊക്കെ ഫീൽഡാണ് ഇനി ഇല്ലാണ്ടാകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റും. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ 3 വഴികളാണ് മെയിനായിട്ടുള്ളത്. റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വരെ കൺസ്യൂമറുടെ അടുത്ത് എത്തുന്ന വരെയുള്ള യാത്രയിൽ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പഠിച്ച ആൾക്കാരാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജു ഗോപിനാഥ്, ടെക്സ്ഷോർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ടെക്സ്ഷോർ കഴിഞ്ഞ 15 വർഷമായിട്ട് 22,000-ന് മുകളിൽ സ്റ്റുഡൻസ് ട്രെയിൻ ചെയ്ത് സർട്ടിഫൈഡ് ആയിട്ട് പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ടെക്സ്ഷോർ മെയിൻലി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് അപ്രൂവലോടുകൂടി പെട്രോളിയം യൂണിവേഴ്സിറ്റി, അതേപോലെ അമേരിക്കൻ ബോർഡ്, അതേപോലെ തന്നെ CLT, അതേപോലെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSDC, ലോയിസി സ്കിൽ കൗൺസിൽ, അങ്ങനെ നിരവധി നാഷണൽ ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷനോടുകൂടി ട്രെയിൻ ചെയ്തു വരുന്നു. ട്രെയിനിങ് പ്രൊവൈഡറാണ്. അപ്പോൾ ധാരാളം ഫ്രഷേഴ്സ് അതുപോലെ വർക്കിംഗ് പ്രൊഫഷൻസിനടക്കം സ്കില്ലിംഗ് ഷോർട്ട് ടൈം കോഴ്സുകളിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആളാണ് നമ്മളുടെ ഒരു മാസ്റ്റർ പോയിൻ്റ്. സോ ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന ചില കാര്യങ്ങൾ, ഞാൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അപ്പോൾ അതിനകത്ത് ഞാൻ ലോജിസ്റ്റിക്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ സാറിനെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അത് വിളിച്ചതിനകത്ത് കുറേ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് സാറിനൊന്ന് പരിചയപ്പെടണം, അതാണല്ലോ വേണ്ടത്. അപ്പോൾ ജോൺ സാർ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. എൻ്റെ പേര് ജോൺ, കോട്ടയത്തു നിന്നാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ടെക്സ്ഷോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ടെക്നോളജിയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ സാർ പറഞ്ഞതുപോലെ 15 കൊല്ലമായിട്ട് നമ്മൾ ധാരാളം കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോജിസ്റ്റിക്സ് നല്ലൊരു ഫീൽഡാണ്, അത് ഇപ്പോഴും നല്ല രീതിയിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഇതിനകത്ത്, ഈ ഫീൽഡിൽ സാർ വർക്ക് ചെയ്തതും അതൊക്കെയാണല്ലോ ചോദിക്കേണ്ടത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ടെക്സ്ഷോറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സാറിന് അറിയുന്ന പോലെ. അതിനു മുമ്പ് 2 കൊല്ലം IELTS പഠിപ്പിച്ചിരുന്നു. അതിനു മുമ്പ് 2 കൊല്ലം ഫയർ ആൻഡ് സേഫ്റ്റി പഠിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും 2015 ഞാൻ റിട്ടയറായി വന്നതാണ്. സാർ റിട്ടയർ ചെയ്ത് എവിടെ നിന്നായിരുന്നു? ടൊയോട്ട മസ്കറ്റിൽ കോർപ്പറേറ്റ് ട്രെയിനിങ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. 1992 മുതൽ 23 കൊല്ലം ടൊയോട്ട മസ്കറ്റിൽ, അവിടെ നല്ലൊരു ഫുൾ ഫ്ലെഡ്ജ് ട്രെയിനിങ് സെൻ്റർ ഉണ്ട്, അവിടുത്തെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതെ. അതിനു മുമ്പ് 1987 മുതൽ 1992 വരെ ഡൽഹി എയർപോർട്ടിൽ ലോജിസ്റ്റിക്സ് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനു മുമ്പ് 1972 മുതൽ 1987 വരെ ഇന്ത്യൻ എയർഫോഴ്സിൽ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു. കൂടാതെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി MA ലിറ്ററേച്ചറാണ്. പിന്നീട് ലോജിസ്റ്റിക്സ് റിലേറ്റഡ് 4 ഡിപ്ലോമാസ് ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ സ്റ്റോഴ്സ് മാനേജ്മെൻറ്റ്. കാരണം ആദ്യകാലത്ത് ഇതിനെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് സ്റ്റോഴ്സ് മാനേജ്മെൻറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അതിൻ്റെ പേര് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റായി, പിന്നെ അത് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റുമായി. 1982 മുതലാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു വേർഡ് തന്നെ കോയിനേജ് ആയത്. അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏതാണ്ട് 53 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 25 കൊല്ലത്തോളം ലോജിസ്റ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്തു, പല ഡിപ്പാർട്ട്മെൻറ്റിൽ. കഴിഞ്ഞ 27-28 കൊല്ലമായിട്ട് ടീച്ചിങ്ങിലാണ്. തീർച്ചയായിട്ടും വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഉണ്ട്. ഈ ധാരാളം, എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഈ ധാരാളം കുട്ടികൾ ഇവിടുന്ന് വിദേശത്തോട്ട് പഠിക്കാൻ പോകുന്നു ഉണ്ട്. അപ്പോൾ അവർ കൂടുതലും ഞാൻ കണ്ടേക്കുന്നൊരു കാര്യം, 1 ഇൻ്റർനാഷണൽ ബിസിനസ്, 2 സപ്ലൈ ചെയിൻ പഠിക്കാൻ പോകും. ഇപ്പം അത് കുറഞ്ഞ്, കാരണം ബിസിനസ്സിൽ ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു ഓപ്പണിങ്സ് കുറഞ്ഞതിൻ്റെക്കാളായിരിക്കാം മേ ബി സപ്ലൈ ചെയിൻ കോഴ്സിന് ഭയങ്കരമായിട്ട് ആളുകൾ പോകുന്നു. അതായത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ. അതെന്താ കാരണം? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ
നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ വളരെ കുറഞ്ഞ തോതിലായിരുന്നു. ഇമ്പോർട്ട് പ്രാക്ടിക്കലി ചെയ്യാൻ സാധ്യമല്ലാത്തൊരു കാരണം നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വളരെ കുറവായിരുന്നു. അപ്പോൾ പ്രാക്ടിക്കലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് നോട്ട് ഗിവിങ് ഒരു പെർമിഷൻ കൊടുത്തിരുന്നില്ല ധാരാളമായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ. പക്ഷേ ലിബറലൈസേഷനൊക്കെ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ധാരാളമായിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ടുണ്ട്. പിന്നെ നമ്മളും ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയുടെ മെമ്പറാണ്. ലോകത്തിലുള്ള 195 രാജ്യങ്ങളിൽ ഏതാണ്ട് 150ഓളം രാജ്യങ്ങൾ WTO മെമ്പേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഇൻട്രസ്റ്റ്, കാരണം ഒരു രാജ്യവും ഒരു കാര്യത്തിലും സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് വർദ്ധിച്ചു. നാച്ചുറലി ഇമ്പോർട്ട് എക്സ്പോർട്ട് വർദ്ധിക്കുമ്പോൾ നമ്മളുടെ ഈ പ്രൊഫഷൻ്റെ ജോലി കൂടുകയാണ്. കാരണം നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫ്രം പോയിൻ്റ് ഓഫ് ഒറിജിൻ ടു പോയിൻ്റ് ഓഫ് കൺസംഷൻ, സാധനത്തിൻ്റെ ഉറവിടമല്ല ഉത്ഭവം മുതൽ അത് കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തിക്കുന്ന വരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ആവാം, ഫിനിഷ്ഡ് മെറ്റീരിയൽ ആവാം, പർച്ചേസ് ചെയ്യണം, അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, വെയർഹൗസ് ചെയ്യണം, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. നാമെല്ലാം കഴിക്കുന്ന ചോറ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ പറയും കിച്ചണിൽ നിന്ന് അമ്മ തന്നു, അല്ലെ ഭാര്യ തന്നു, അല്ലെ ചേർത്ത് തന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് നമുക്ക് തന്നു. അപ്പോൾ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പറയും അടുത്തുള്ള കടയിൽ നിന്ന് ഞാൻ അരി മേടിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും നമ്മൾ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് നമുക്ക് അരി കിട്ടി. അവരോട് ചോദിച്ചാൽ അവർ പറയും ഡീലറുടെ കയ്യിൽ നിന്ന് കിട്ടി. വെൻ യു ആസ് ഡീലർ പറയും ഞങ്ങൾക്ക് മില്ലിൽ നിന്ന് കിട്ടി. അവിടെ എൻക്വയറി ചെയ്താൽ അവർ പറയും ഞങ്ങൾക്ക് വെയർ ഹൗസിൽ നിന്ന് ഇത് കിട്ടി അരിയായിട്ട്. അവിടെ പിന്നെ എൻക്വയറി ചെയ്താൽ അവർ പറയും മില്ലിലേക്ക് അരിയാക്കാനായിട്ട് നെല്ല് വെയർ ഹൗസിൽ നിന്ന് കിട്ടി. അപ്പോൾ അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവരുടെ പർച്ചേസ് മാനേജർ കർഷകൻ്റെ അടുത്ത് പോയി നെല്ല് വാങ്ങി, അപ്പം നെല്ല് മേടിക്കുന്നു, പർച്ചേസ്, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് വെയർ ഹൗസിലെത്തിക്കുന്നു, അവിടുന്ന് മില്ലിലേക്ക് കൊടുക്കുന്നു, മില്ല് അത് കുത്തി അരിയാക്കുന്നു, അരി റീപാക്ക് ചെയ്യുന്നു, 1 കിലോ 5 കിലോ 10 കിലോ 50 കിലോ രീതിയിൽ പാക്ക് ചെയ്യുന്നു, അതവിടെ എഗെയിൻ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുന്നു. ആവശ്യാനുസരണം ഡീലർക്കും അവിടുന്ന് ഹോൾസെയിലർക്കും റീറ്റെയിലർക്കും അൾട്ടിമേറ്റ്ലി കൺസ്യൂമറായ നമ്മളുടെ വീട്ടിലോ ഹോസ്റ്റലിലോ എവിടെയാണെന്ന് വെച്ചാൽ അത് എത്തുന്നു. അപ്പോൾ ഇതുപോലെ ഓരോ സാധനങ്ങളും ഇത് നമ്മുടെ ലോക്കൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഐഫോൺ മാനുഫാക്ചർ ചെയ്യുന്നത് അമേരിക്കയിലാണ്, US-ലാണ്. അത് പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിലുണ്ട്. അത് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്ന് പാർട്സ് ഉണ്ടാക്കി അത് ചിലപ്പോൾ അസംബിൾ ചെയ്യുന്ന ചൈനയിലായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തുടങ്ങാൻ പോകുന്നു, അതവിടെ എത്തി, അവിടുന്ന് അൾട്ടിമേറ്റ്ലി അത് ഡീലർ, ഹോൾസെയിലർ, റീറ്റെയിലർ നമ്മളുടെ അടുത്ത് എത്തുന്നു. അപ്പോൾ ഈ യാത്രയിൽ റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വരെ കൺസ്യൂമറുടെ അടുത്ത് എത്തുന്ന വരെയുള്ള യാത്രയിൽ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പഠിച്ച ആൾക്കാരാണ്. ഓക്കെ. ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വെയർ ഹൗസ് മാത്രമാണോ? വെയർ ഹൗസ് മാത്രമല്ല, പർച്ചേസ് മുതൽ അൾട്ടിമേറ്റ്ലി ഡിസ്ട്രിബ്യൂഷൻ വരെ ചെയ്യുന്നത് ലോജിസ്റ്റിക്സിൽപ്പെട്ടതാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഈ ഓൺലൈൻ സംവിധാനങ്ങൾ, കാരണം ഇപ്പോൾ ധാരാളം കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ വീട്ടിലിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത, ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫുഡ് മെറ്റീരിയൽസ്, ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ, എസെൻഷ്യൽ ഗുഡ്സ് എന്ന് നമ്മൾ പറയാൻ പറ്റും. എസെൻഷ്യൽ പ്രോഡക്ട്സുകൾ, എസെൻഷ്യൽ ഗുഡ്സ് എന്ന് നമുക്ക് പെർമിറ്റഡ് ആയിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ടാണല്ലോ കോവിഡ് സമയത്ത് ഈ പറഞ്ഞ ഓൺലൈൻ സാധ്യതകൾ വളരെ കൂടിയത്. അപ്പോൾ അതെങ്ങനെ ലോജിസ്റ്റിക്സുമായിട്ട് പൊരുത്തപ്പെടുത്താൻ പറ്റും? ഓൺലൈൻ ആണെങ്കിലും അതിലും ഈ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഉണ്ടല്ലോ. റോ മെറ്റീരിയൽ വാങ്ങണം, അത് ഫാക്ടറിയിലെത്തി അതിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പർച്ചേസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. കാരണം റോ മെറ്റീരിയൽ ഉള്ള സ്ഥലത്തായിരിക്കില്ല ഫാക്ടറി എന്തായാലും. അപ്പോൾ തീർച്ചയായിട്ടും ഇ കൊമേഴ്സ് ആണെങ്കിലും നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസിന് കുറവൊന്നുമില്ല. അതായത് ലോജിസ്റ്റിക്സ് ഫീൽഡിലുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവില്ല. പക്ഷേ എന്താണ്, ഇടനിലക്കാരായ ഡീലർ, ഹോൾസെയിലർ, റീറ്റെയിലർ എന്നിവരെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. കാരണം നമ്മൾ ഡയറക്റ്റ് ഓർഡർ കൊടുക്കുന്നു, ഡയറക്റ്റ് നമ്മളുടെ സാധ്യത. ശരിക്കും പറഞ്ഞാൽ ഇ കൊമേഴ്സ് സജീവമായതുകൊണ്ട് ധാരാളം ബിസിനസ്സുകൾ ഓൺലൈനിൽ വ്യാപിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ അത് സാധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിയെന്നർത്ഥം. ലോജിസ്റ്റിക്സ് ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. അതെ. പിന്നെ പ്രധാനമായിട്ട് ഈ സാറിപ്പം ട്രെയിൻ ചെയ്ത് നമ്മളുടെ കരിക്കുലവും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കുട്ടികൾ പൊരുത്തപ്പെട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ നോളജ്, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഗുഡ്സ് മൂവ് ചെയ്യുന്നു പറയുന്നു, ഗുഡ്സ് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നു, പല സ്ഥലത്തോട്ടും ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ പോകുന്നു. ഇപ്പോൾ ധാരാളം പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം വിഴിഞ്ഞം പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു സാധ്യതകൾ ഈ പറഞ്ഞ കേരളം എന്നുള്ളൊരു സംസ്ഥാനത്തിൽ
ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സിന് സാധ്യതകളുണ്ടോ? നാം സാറിന് അറിയാവുന്നതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ എങ്ങനെ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഏത് ബിസിനസ് ആയാലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ 3 വഴികളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, റോ മെറ്റീരിയൽ അല്ലെങ്കിൽ വാട്ട് എവർ വി ആർ ബൈങ് അത് നല്ല ചീപ്പായിട്ട് കിട്ടണം. പക്ഷേ അത് നമ്മളുടെ കയ്യിലല്ല. നമ്മൾ വളരെ ചീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളുടെ ക്വാളിറ്റിയെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. മൂന്നാമത്തെ കാര്യം, നമുക്ക് വിൽക്കുമ്പോൾ വില കൂട്ടി വിൽക്കാം. പക്ഷേ നമ്മളൊരു ബ്രാൻഡഡ് സാധനം അല്ലെങ്കിൽ അത് വില കൂട്ടിയാൽ നമുക്ക് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ് വഴി? ഹൗ ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ലീൻ മാനേജ്മെൻറ്റ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ലീൻ മാനേജ്മെൻറ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 3 Rs: റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. അങ്ങനെ ജാപ്പനീസ് സിസ്റ്റം അനുസരിച്ച് സാറിന് അറിയാവുന്ന പോലെ ഞാനൊരു 3-4 മാസത്തെ കോഴ്സ് ജപ്പാനിൽ പോയി ചെയ്തതാണ്. അവരുടെ ടൊയോട്ട ജപ്പാനിലാണ് ഞാൻ പോയി, നഗോയ. അവിടെ 3 മാസത്തെ ഇത് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഹൗ ടു അവോയ്ഡ് വേസ്റ്റേജ് ആദ്യം പറഞ്ഞത് 7 എന്നാൽ ഇപ്പോൾ 8 തരം വേസ്റ്റേജ് ഉണ്ട്. അത് 8ാമത്തേത് ഞാൻ പറയാം. സാറ് ഒരു ഡ്രൈവറെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പം സാറ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഹീ ഈസ് ഫ്രീ. പക്ഷേ അതിന് പകരം ഡ്രൈവർ കം സംതിങ് എൽസ്, ഡെലിവറി ബോയ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ കൊടുത്താൽ യു ആർ യൂട്ടിലൈസിങ് ഹിസ് സർവീസസ്. അല്ലെങ്കിൽ 8 മണിക്കൂറിൽ ഹീ ഈസ് വർക്കിംഗ് ഓൺലി ഫോർ 2 hours. അതുപോലെ നമ്മളുടെ സ്ഥാപനത്തിലുള്ള ഓരോ ഇൻഡിവിജ്വലിനെയും 1-2 ജോലി കൊടുത്ത് പഠിപ്പിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, അതെ, സാറിന് ഒരു സെയിൽസ്മാനെ വേണം. അപ്പോൾ സെയിൽസ്മാന് പകരം ഞാൻ ഫോർ എക്സാമ്പിൾ 2 പേര് വന്ന് ഇൻ്റർവ്യൂവിന് വന്നു. 2 പേരും സെയിം ക്വാളിഫിക്കേഷൻ, സെയിം ഏജ്, സാറിൻ്റെ റിക്വയർമെൻ്റ് എല്ലാം ഉള്ള ആൾക്കാരാണ്. ഒരാൾക്ക് ലൈസൻസ് ഉണ്ട്, ഹെവി ലൈസൻസ് ഉണ്ട്, ഒരാൾക്കില്ല. സാർ ആരെ എടുക്കും? എന്തുകൊണ്ടാണ്? കാരണം എന്തെങ്കിലും ഒരു ഡെലിവറി അർജൻറ്റായിട്ട് ചെയ്യണമെങ്കിൽ വണ്ടി കൊടുത്ത് വിട്ടാൽ അദ്ദേഹം പോയി ഡെലിവറി. ദാറ്റ് മീൻസ് യു ക്യാൻ യൂട്ടിലൈസ് ഹിസ് ടൈം പ്രോപ്പർലി. അതുപോലെ തന്നെ ഒരു ദിവസം ഡ്രൈവർ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കും. അല്ലെങ്കിൽ അക്കൗണ്ടിങ് അറിയാവുന്ന ഒരാളാണെങ്കിൽ കാഷ്യർ ഒരു ദിവസം ലീവ് എടുത്തു, നാച്ചുറലി യു ക്യാൻ യൂട്ടിലൈസ് ഹിം ഹിസ് സർവീസസ്. മൾട്ടി ടാസ്കിങ്. ഇത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എനിക്ക് ജാപ്പനീസ് ഭാഷ ഒട്ടും അറിയില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നോട്ടീസ് ബോർഡിൽ അവരുടെ കാർഡിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പലരുടെയും പേരിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ജാപ്പനീസ് ലാംഗ്വേജ് എനിക്കറിയില്ല. പക്ഷേ ചിലരുടെ അകത്ത് 3 എണ്ണത്തിനും ബ്ലാക്ക് ഡോട്ട് ഉണ്ട്, ചിലതിൻ്റെ അകത്ത് 2 ബ്ലാക്ക് ഡോട്ട് ഉണ്ട്, ചിലതിൽ 1 ഉള്ളൂ. അപ്പം ഞാൻ ഞങ്ങളുടെ ഇൻ്റർപ്രറ്ററോട് ചോദിച്ചു വൈ ഇറ്റ്സോ. അപ്പോൾ പറഞ്ഞു ഈ 3 ഡോട്ട് കാണിക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ, ഞാനത് വെയർ ഹൗസിലെ കാര്യമാണ് പറയുന്നത്, പറഞ്ഞു ഈ ഇൻഡിവിജ്വലിന് പിക്കിങ്ങും പാക്കിങ്ങും ലോഡിങ്ങും അറിയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ്. അപ്പോൾ ഒരേ ഇൻഡിവിജ്വലിനെ കൊണ്ട് പല ടാസ്ക് ചെയ്യിച്ചാൽ നമുക്ക് വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാം. അല്ല, ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പലചരക്ക് കട നടത്തുകയാണ്. ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ 8 മുതൽ ഒരു 9 വരെ നല്ല തിരക്കായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നും കാണില്ല, പിന്നെ വൈകുന്നേരമായിരിക്കും തിരക്ക് കൂടുതൽ. അപ്പോൾ നമുക്കൊരു 3 എംപ്ലോയീസിനുണ്ടെങ്കിൽ അവരുടെ ടൈം എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം? അവരെ നമുക്ക് റീപാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഫീഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ലൈഫ് എക്സ്പയറി ആകുന്ന സാധനങ്ങൾ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പോകും. അല്ലെങ്കിൽ ലൈഫ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൊക്കെ വരും. അപ്പോൾ അതുപോലെ ഇൻഡിവിജ്വൽസിനെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം ബൈ മൾട്ടി ടാസ്കിങ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ ഏതാണ്ടൊരു 1 year കോഴ്സിൽ ഏതാണ്ട് 10 മോഡ്യൂൾസ് ഉണ്ട്. പർച്ചേസിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഡേഞ്ചറസ് ഗുഡ്സ്. കാരണം വിത്ത് ആൻ എക്സാമ്പിൾ ഐ വിൽ സ്റ്റാർട്ട്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ സാറ് ചിലപ്പോൾ ഇപ്പം വലിയ വണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അല്ല, ഡ്രൈവിംഗ് പഠിച്ചിരുന്നത് മാരുതി ആൾട്ടോയിലോ വല്ലതും ആയിരിക്കും. എങ്ങനെയാണ് സാർ അത്? വെറും മാനുവലായിട്ടുള്ള ഒരു കാർ ഓടിച്ച് പഠിച്ചാലും ഓട്ടോമാറ്റിക് കാർ സാറിന് ഇപ്പോൾ ഓടിക്കാൻ പറ്റും. കാരണം യു നീഡ് ഓൺലി എ ട്രെയിനിങ് ഫോർ an hour or two അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ജനറൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പർച്ചേസ് എങ്ങനെ ചെയ്യാം, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നെഗോഷിയേഷൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഏത് ഫീൽഡിലേക്ക് പോകുമ്പോഴും അതിൻ്റേതായ അവിടെ ചെല്ലുമ്പോൾ അത് മനസ്സിലാകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ പർച്ചേസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ പാക്കിംഗ്. എന്തുകൊണ്ടാണ് പാക്കിംഗ് ഇമ്പോർട്ടൻറ്റ്? പാക്കിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. തീർച്ചയായിട്ടും റീറ്റെയിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ. റീറ്റെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പാക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് കസ്റ്റമറെ
അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് നല്ല കളർഫുൾ പാക്കിംഗ്. പിന്നെ ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് കുറച്ച് റൗണ്ട് ആയിട്ടുള്ള ഫുട്ബോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിലെങ്കിലും പാക്ക് ചെയ്യാതെ പറ്റത്തില്ല, കാരണം അത് റൗണ്ട് ആണെന്ന്. യു കനോട്ട് കീപ്പ് വൺ എബോവ് അതർ. എന്നാൽ അത് സ്ക്വയർ പാക്കറ്റിലാക്കുകയാണെങ്കിൽ യു ക്യാൻ കീപ്പ് വൺ എബോവ് അതർ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറിങ്ങിനും ടിപ്പിക്കൽ പാക്കിംഗ് ഈസ് റിക്വയർഡ്. റൗണ്ട് ഷേപ്പിൽ പറ്റില്ല. അപ്പോൾ പാക്കിംഗ്, പ്രൈമറി പാക്കിംഗ്. ചില സാധനങ്ങൾ പാക്കിംഗ് ഇല്ലാതെ വെക്കാൻ പറ്റില്ല. ടൂത്ത് പേസ്റ്റ് യു കനോട്ട് ജസ്റ്റ് കീപ്പ് ഇറ്റ് ആസ് ലൂസ്. അത് ലൂസായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും. അപ്പോൾ പ്രൈമറി പാക്കിംഗ് ആവണം. അത് സാധാരണയായി ട്യൂബുലർ പാക്കിംഗ് ആയിരിക്കും. അത് പ്രസ് ചെയ്താൽ ഈസി ആയിട്ട് സാധനം പുറത്ത് വരണം. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ മുകളിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെങ്ങിപ്പോവും. സോ യു നീഡ് എ സെക്കൻഡറി പാക്കിംഗ്. പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഫൈനൽ പാക്കിംഗ് വേണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഫാസ്റ്റായിട്ട് വിടണമെങ്കിൽ ബൈ എയർ വിടണം. പക്ഷേ അതിൻ്റെ പാക്കിംഗ് വളരെ ലൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റ് വിൽ ഇൻക്രീസ്. എന്നാൽ ബൈ റോഡോ ബൈ റെയിലോ, അത് ഏത് മോഡാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഏറ്റവും ചീപ്പസ്റ്റ് മോഡാണ് വാട്ടർ വേ. പക്ഷേ അതിൽ കെയർ എടുക്കണം. കാരണം ബൈ സീ നമ്മൾ അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായ തിരമാലകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളം അടിച്ച് മുകളിലേക്ക് കയറും. ഡക്കിലായിരിക്കും സാധാരണയായിട്ട് കണ്ടെയ്നർ വെക്കുന്നത്. അത് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സാധനം തുരുമ്പടിച്ചു പോകും, അല്ലെങ്കിൽ കേടുവരും. അപ്പോൾ ഈ കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പം വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സാധനം എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് വെയർ ഹൗസിംഗ്. വേറെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മിനിമം എത്ര മാക്സിമം വേണം. കാരണം കസ്റ്റമർ വന്ന് സാധനം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആൻ ഓപ്പർച്യൂണിറ്റി ലോസാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ധാരാളം മറ്റുള്ള ഒരു കോഴ്സുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തന്നെ കേരളത്തിന് പുറത്ത് വേണം അവർക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടി പോകാനായിട്ട്. വളരെ കുറവാണ് ഇൻഡസ്ട്രി. കാരണം കേരളത്തിൽ ഒരു വർത്തമാനം ഉണ്ടല്ലോ, വ്യവസായം വളരെ കുറവാണ്. ഇപ്പോൾ കേരളത്തിൽ കാഷ്യൂനട്ട് കിടക്കുന്നു, കാഷ്യൂനട്ട് ഇൻഡസ്ട്രി ഒരു സൈഡ് കിടക്കുന്നു, ഒരു സൈഡിൽ ഈ പറഞ്ഞ പോലെ സ്പൈസസ് ഒരു സൈഡ് ഒരു സെക്ഷൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ട് പോവുകയാണ്. എക്സ്പോർട്ടിങ്ങിന് ഭയങ്കര സാധ്യത ഒരു സൈഡിൽ പറയുകയാണ്. അപ്പോൾ നേരെ മറിച്ച് കേരളത്തിൽ വെയർ ഹൗസ് ധാരാളം വന്നിരിക്കുന്നു, പോർട്ട് ധാരാളം. ഇപ്പം വിഴിഞ്ഞം വന്നു, ഓപ്പൺ ആകാൻ പോകുന്നു. അത് ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ അത് ഇനാഗുറേഷനിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതേപോലത്തെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ കൊച്ചി ഒരു വലിയൊരു ഹബ്ബായി മാറുവാണ്. അതെ, കാരണം ഈ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം കോഴ്സ് ലോജിസ്റ്റിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് പറഞ്ഞ ലോജിസ്റ്റിക്സ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർക്ക് ഈ പ്രാക്ടീസ് ചെയ്യാനായിട്ടും പുറത്തോട്ട് പോകാതെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയും ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് അല്ലേ സാറിന് ഓഫർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അതെ, കാര്യം ഈവൻ കേരളത്തിലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും പലരുടെയും നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരിതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അവരുടെ അൾട്ടിമേറ്റ് എയിം ഈസ് ടു ലാൻഡ് അപ്പ് ഇൻ സം ഫോറിൻ കൺട്രി. അവിടെ കാരണം ഏണിംഗ് ആണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് വെളിയിലൊക്കെ. അപ്പോൾ നാച്ചുറലി ആൾക്കാർക്ക് പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ കേരളത്തിൽ തന്നെ നമുക്കൊരു ഇൻറ്റേൺഷിപ്പൊക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, കാരണം പറഞ്ഞാൽ ചോദ്യത്തിനേക്കാൾ ഉപരി ഇപ്പോൾ സാറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കാണുമ്പോൾ കേരളത്തിലിപ്പം കഴിഞ്ഞ ഒരു 3-5 വർഷമായിട്ട് ധാരാളം ആളുകൾ, കുട്ടികൾ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ഫോറിൻ കൺട്രീസിൽ പഠനമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു, അവിടെ സെറ്റിലാവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു തുക അവർ മുടക്കുകയാണ് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി. ഇതേ ഉദാഹരണം ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇപ്പോൾ PG ഡിപ്ലോമ ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൻ്റെ തന്നെ സെയിം കോഴ്സ് തന്നെ നമ്മൾ അവിടെ പുറത്ത് പോയി 25 lakhs വരെ സ്പെൻഡ് ചെയ്ത് മിനിമം ഒരു എമൗണ്ട്, വലിയൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ സിമിലർ ഈ പറഞ്ഞ സിലബസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നത് അവിടെ കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ ഇതൊരു സാർ ആദ്യം പറഞ്ഞ പോലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ കൊണ്ടുവരാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യമായിട്ട് തന്നെയല്ലേ ഇപ്പം മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതിനകത്തൊരു സജഷൻസ്? സാറേ, ഒന്നൊരു സൈക്കോളജിക്കലാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഇപ്പോഴും ഉണ്ട്. പലപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ MBA ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെളിയിൽ പഠിച്ച ഒരാൾ, അന്നത്തെ കാലത്ത് ആരും ഇപ്പോഴത്തെ ഈ ഷോർട്സ് ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും പാൻസും ഷർട്ട്സും ഒക്കെ ഇട്ടാണ് വരുന്നത്. അദ്ദേഹം മാത്രം ടീഷർട്ടും ഷോർട്ടും ഇട്ടാണ് വരുന്നത്. ഞങ്ങളുടെ സാറുമാർ മിക്കവരും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് അദ്ദേഹത്തിനാണ്. കാരണം എന്താണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ, ഐ തിങ്ക് ഹിസ് പേരൻസ് ആർ. പക്ഷേ ഒന്നോർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കറൻസിയുടെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇന്ത്യൻ കറൻസിയും
ഇപ്പോൾ ഡോളറിൽ ഉണ്ട് സാറേ. ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സംതിങ് ലൈക്ക് 83-84 റുപ്പീസാണ് ഒരു ഡോളർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ പല ഫോറിൻ രാജ്യങ്ങളും ബെറ്റർ ആണെന്ന് പറയാം. അതെ, അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോർട്ട് ടൈം കോഴ്സ് ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് അവർക്ക് തീർച്ചയായിട്ടും ഗുണമാകും. കാരണം ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി തിയററ്റിക്കൽ നോളജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഇൻറ്റേൺഷിപ്പും അത് കഴിഞ്ഞ് ഒരു 6 മാസം എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വെളിയിലേക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുകയാണ്. ഒരു റോ ഹാൻഡിനേക്കാളും വിദേശത്തുള്ളവർ കൂടുതലും ഒരു മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മാനേജ്മെൻറ്റ് കോഴ്സ് സാധാരണ മറ്റേ ടെക്നിക്കൽ സ്കിൽ കോഴ്സുകൾ പോലെ അല്ലാതെ ഈ മാനേജ്മെൻറ്റ് കോഴ്സുകൾക്ക് ഒരുപാട് ആഡ് ഓൺസും ഈ ലാംഗ്വേജും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിദേശ രാജ്യത്ത് പോവുകയാണെങ്കിൽ, ഇപ്പോൾ എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിൽ പോവുകയാണെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓഫ് കോഴ്സ് ഒരുപാട് മലയാളീസ് ഉണ്ടെങ്കിലും മലയാളം പറയുന്നവരുണ്ടെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകാർ ഹിന്ദിയാണ് അവിടുത്തെ ഒരു പ്രധാന ലാംഗ്വേജ്. അതായത് ലോവർ ലെവലിലേക്ക് വരുമ്പോൾ ഹിന്ദിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷാണ്. സാറിന് മീറ്റിങ്ങിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും. അതുപോലെ അവരുടെ സപ്ലയേഴ്സുമായിട്ട് നാച്ചുറലി ഇംഗ്ലീഷ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലെവൽ വെയർ യു ആർ ജോയിനിങ്. ഒരു സൂപ്പർവൈസറി പോസ്റ്റിലാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ തന്നെ പുതിയ UGCയുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പം നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നു. 2600 ശരിയാണ് കോഴ്സ് ഇപ്പം സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത്. സാർ പറയുന്ന ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്നതിനെ കോഴ്സ് മാത്രമല്ല, ഇപ്പോൾ സ്കിൽ കോഴ്സുകൾ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇങ്ങനെ അവർലി കോഴ്സ് വർക്ക് പോലെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇപ്പം ഇമ്പോർട്ടൻസ് വെയർഹൗസ്, ഈ പറഞ്ഞ ഇൻവെൻട്രിയും വെയർഹൗസും ഒക്കെ ഞാൻ കണ്ടു. ലോജിസ്റ്റിക്സിനകത്ത് ഒരുപാട് കോഴ്സുകൾ ഇങ്ങനെ ക്ലബ് ചെയ്ത് കയറി വരുവാണ്. അവരെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കട്ട് ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാംസ്. കാരണം കറക്റ്റ് മേഖലയെ മാത്രം വേർതിരിച്ചിട്ട് അതിൽ സർട്ടിഫൈ ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പം ഒരു മേഖലയിൽ ഇപ്പോൾ ഉദാഹരണം ഒരു വെയർഹൗസ് മാത്രമാണെങ്കിൽ വെയർഹൗസ് മാത്രം സർട്ടിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇൻവെൻട്രി ആണ് ഇൻവെൻട്രി മാത്രം, പോർട്ട് മാനേജ്മെൻ്റ് ആണ് പോർട്ട് മാനേജ്മെൻറ്റ്. അപ്പം എല്ലാം ശരിക്കും പറഞ്ഞാൽ അറിയാതെ ഒരെണ്ണം മാത്രം പോയാൽ ഇപ്പോഴത്തെ കാലത്ത് അതൊരു വ്യത്യാസമല്ലേ? കാരണം അത് പോകുമ്പോൾ ഇൻകംപ്ലീറ്റ് ആണെന്നാണ് എൻ്റെ ഒരു സജഷൻ. അതിനകത്ത് സാർ എന്ത് പറയുന്നതിനകത്ത്? അത് ഇൻകംപ്ലീറ്റ് ആണ് സർ. നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത എക്സാമ്പിൾ പോലെ മൾട്ടി ടാസ്കിംഗ് ആണ് ഇന്നത്തെ കാലത്ത് ആവശ്യം. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം കൂടെ വരുമ്പോൾ ഏതൊക്കെ ഫീൽഡാണ് ഇനി ഇല്ലാണ്ടാകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു വെയർ ഹൗസിങ്ങിൻ്റെ ജോലി മാത്രമാണെങ്കിൽ അതിൽ മാത്രമേ എനിക്ക് ചാൻസ് കിട്ടത്തുള്ളൂ. എന്നാൽ ഇഫ് ഐ നോ അപ്പോൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പോയിന്റ് ഓഫ് വ്യൂലും ഒരു ജോബ് പോയിന്റ് ഓഫ് വ്യൂലും ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല. കാരണം അതിന് തന്നെ എത്ര ഓപ്പണിങ്സ് ഉണ്ടെന്ന് അറിയില്ലല്ലോ. അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഏതാണ്ട് 8-10 മോഡ്യൂൾസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പർച്ചേസ് ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും വെയർ ഹൗസിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അത് പലതരം കോഴ്സുകൾ ഇപ്പോൾ സർട്ടിഫിക്കേഷൻ, ഡിപ്ലോമയും PG ഡിപ്ലോമയൊക്കെ വരുമ്പോൾ സിലബസുകൾ മാറി നിരിഞ്ഞ് വരുന്നുണ്ടല്ലോ. എങ്കിൽ തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സൈഡ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ തന്നെ ഇ-കൊമേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പം നമ്മളിവിടുത്തെ തന്നെ പല ഓൺലൈൻ സ്ഥാപനങ്ങൾ ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ വളരെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെ ബിസിനസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും കൂടുതൽ ഈ പറഞ്ഞ ഡെലിവറി കാര്യങ്ങൾ സുഗമമാക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം പോസ്റ്റൽ സംവിധാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെ, ഒരു സാധനം മാനുഫാക്ചർ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പല സ്ഥലത്തേക്ക് ഡെലിവറി എത്തിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും നൂതന സംവിധാനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ കൂടുതൽ ആളുകൾ ഈ ലോജിസ്റ്റിക്സിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ലോജിസ്റ്റിക്സ് വരുമ്പോൾ അത് കൃത്യമായിട്ട് അവരെ ശരിക്കും ഒരു കറക്റ്റ് പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് എല്ലാവർക്കും പക്ഷേ സാധിക്കുന്നുമില്ല. കാരണം അത് ഈ ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ ചില ഏരിയ മാത്രം അവരെ ഒരു സെക്ഷൻ, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ വെയർഹൗസ് മാത്രം കൊടുക്കുക, അവരെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് മാർക്കറ്റിലോട്ട് വിടുവാണ്. സാറേ അത് ഇതുപോലെ ഇരിക്കും. സാറിൻ്റെ മകൾക്ക് കുക്കിംഗ് അറിയാം, പക്ഷെ ചോറ് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചെന്ന് കഴിഞ്ഞാൽ അമ്മായിമ്മ എന്തായിരിക്കും പറയുക എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് മീൻകറി മാത്രം ഉണ്ടാക്കാൻ അറിയാം, മട്ടൺ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. ഒരു ഭാഗം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അല്ല, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്, എനിക്ക് ഓടിക്കാൻ മാത്രം അറിയാം, ഗിയർ മാറ്റാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ്. അല്ലെ ഒരു പർട്ടിക്കുലർ വണ്ടി മാത്രമേ ഓടിക്കാൻ അറിയുള്ളൂ, എനിക്ക് ഇലക്ട്രിക് ഓടിക്കാൻ അറിയില്ല.
എന്ന് പറഞ്ഞ പോലെ നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ചിലരിപ്പം ഒരു ഞാൻ ചിലയിടത്ത് മാർക്കറ്റിൽ കാണുക, ചിലയിടത്ത് നമ്മൾ ശരിക്കും കോമൺ ആയിട്ട് കോഴ്സ് പറയുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ചിലർ കോഴ്സിന്റെ പേര് മാറ്റി ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് ഇടാറുണ്ട്, ചിലർ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇടാറുണ്ട്, ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ എന്ന് ഇടാറുണ്ട്, ചിലർ ലോജിസ്റ്റിക്സ് ആൻഡ് പോർട്ട് മാനേജ്മെന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള കൺഫ്യൂഷൻ പല വിദ്യാർത്ഥികളെ സംബന്ധിച്ചുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതൊരു അഡ്വർടൈസ്മെന്റ് ഗിമ്മിക്കാണെന്ന് എനിക്ക് തോന്നുന്നു, ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട്. അതായത് പണ്ട് മുതലേ ഉള്ളതാണ് എയർപോർട്ടിലെ ജോലി അല്ലെ സീ പോർട്ടിലെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അട്രാക്റ്റീവാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, നമുക്ക് കേരളത്തിൽ ഇപ്പോൾ 4 മെയിൻ എയർപോർട്ടുകളുണ്ട്. ഇനി എത്ര എണ്ണം വരാൻ പോകുന്നുണ്ട് അറ്റ് ദ മോസ്റ്റ്? കൂടിയാ 1 or 2 മാക്സിമം. അപ്പോൾ എത്ര ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നത്? ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓഫർ വരാതെ ആരും എയർപോർട്ടിലെ ജോലി വിട്ടിട്ട് പോയില്ല. ഞാൻ എയർപോർട്ടിലെ ജോലി വിട്ടിട്ട് പോയത് എനിക്ക് നല്ലൊരു ഓഫർ കിട്ടിയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അല്ല, ഒരിക്കലും എന്നോട് പല ആൾക്കാരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ എയർപോർട്ടിലെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് റിസൈൻ ചെയ്യാൻ കാരണം എന്താണ്. ഞാൻ പറഞ്ഞു സിൻസ് ഓഫർ ഈസ് ബെറ്റർ. അല്ലെങ്കിൽ ആരും റിസൈൻ ചെയ്യില്ല, റിട്ടയർ ആകുന്നവരെ അവിടെ ഇരിക്കും. അപ്പോൾ ആൾക്കാർ റിട്ടയർ ആകണം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ വരണം, എന്നാലേ പുതിയ ആൾക്കാരെ എടുക്കുകയുള്ളൂ. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റി എത്ര ഉണ്ടെന്ന് കണ്ടിട്ട് വേണം നമ്മളൊരു കോഴ്സ് ചെയ്യാൻ. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഈ ഷിപ്പിംഗ് വളരെ പോർട്ട് ആയിക്കൊണ്ട് എല്ലാം വന്നല്ലോ, ഷിപ്പിങ്ങിന് ഭയങ്കരമായിട്ടൊരു സാധ്യത കാണുന്നു. എക്സ്പാൻഷൻ കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഷിപ്പിംഗ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പോയിന്റിൽ എടുക്കുന്ന ഒന്ന് വെയർഹൗസ്, ഒന്ന് ഷിപ്പിംഗ്, ഈ പറഞ്ഞ പോലെ ഇ കൊമേഴ്സ്. അപ്പോൾ ഈ 3 വെർട്ടിക്കലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഏത് സെക്ടറായിരിക്കും? ഷിപ്പിംഗ് മാത്രമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യമില്ല. ഷിപ്പിംഗ് സാധനം പോകണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പാക്ക് ചെയ്യണമെന്നറിയാം, എങ്ങനെ കണ്ടെയ്നറൈസേഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയണ്ടേ. അപ്പം അതിൽ അല്പം ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതായത് കൂടുതൽ എംഫസിസ് ആ സബ്ജക്റ്റിനെ പറ്റി. അപ്പം ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇപ്പം നമ്മൾ ഷിപ്പിങ്ങിനെ പറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ വി ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട്. കാരണം നമ്മൾ ഇവിടുന്ന് ഇപ്പം US എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിഞ്ഞിരിക്കണം, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിഞ്ഞിരിക്കണം. കാരണം അതുപോലെ തന്നെ ഇമ്പോർട്ട് കുറഞ്ഞ എക്സ്പോർട്ട് കൂടി, അതാണ് എല്ലാവരുടെയും എക്സ്പോർട്ട് കൂട്ടാനാണ്. കാരണം ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുപോലെ എക്സ്പോർട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയലാണ് പോകുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി പല ട്രേഡിൻ്റെതും കൂടുകയാണ് ചെയ്യുന്നത്. കാരണം മേക്ക് ഇൻ ഇന്ത്യ ഭാഗമായിട്ട് കൂടുതൽ മാനുഫാക്ചേഴ്സ് വന്നു. ഇപ്പം ഒരു ഇന്ത്യയിൽ ഒരു പ്രത്യേക ഒരു സിസ്റ്റത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ട് കുറച്ച്, എക്സ്പോർട്ട് പിന്നെയും കൂടുന്നുണ്ടെന്നല്ലാതെ ഇമ്പോർട്ട് വളരെ ധാരാളമായിട്ട്. കാരണം നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിക്കൊണ്ടിരിക്കുക. എസ്പെഷ്യലി കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് വെഹിക്കിളിൻ്റെ പ്രൊഡക്ഷൻ നിന്നുപോയി. കാരണം ചിപ്സ് അവൈലബിൾ അല്ലായിരുന്നു, അത് ചൈനയിൽ നിന്നാണ് വന്നിരുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണ്, അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക് ഇന്ത്യ വിൽ ബി സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ചിപ്സ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ്ങിന് കൂടുതൽ സാധ്യത കൂടുതലാകുക എന്നത്, കൂടുതൽ ഇൻഡസ്ട്രീസ് വരാൻ പോകുന്നു. അതുപോലെ തന്നെ പല പ്രോജക്റ്റുകളും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ. അപ്പം എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ്. അപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെ, നാച്ചുറലി ഇപ്പോൾ ഒരു ഫാക്ടറി വരികയാണെങ്കിൽ നാച്ചുറലി അത് റോ മെറ്റീരിയൽ ആയാലും സെമി ഫിനിഷ്ഡ് ഗുഡ് ആണെങ്കിലും മേടിക്കാതെ പറ്റത്തില്ല. അപ്പം മാരുതി 1982 ഇവിടെ വന്ന് ഇപ്പോൾ എത്രയായിരം പേരാണ് അവിടെ ഡയറക്റ്റായിട്ട് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ 60,000 കാറ് ഒരു കൊല്ലം ഉണ്ടാക്കുകയാണെങ്കിൽ, ഞാൻ റഫലി പറഞ്ഞതാണ്, 60,000 ഇൻറ്റു 4 അല്ലെ 5 ടയർ വേണ്ടേ? 60,000 ഇൻറ്റു 5 3 ലക്ഷം ടയർ അവർ മേടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എത്രയോ ടയർ കമ്പനിക്കാരുടെ പ്രൊഡക്ഷൻ കൂടി എല്ലാ സെക്ടറിലും ലോജിസ്റ്റിക്സ്. അപ്പോൾ അവിടെയൊക്കെ പർച്ചേസ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും എല്ലാം ലോജിസ്റ്റിക്സ് വരും. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഡിസ്കഷൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇത്രയും വലിയൊരു ഓപ്പണിംഗ് ഉള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ പലരും പല കോഴ്സുകളിലോട്ട് പോയി ഇങ്ങനെ മാറി തിരിഞ്ഞു വന്നിട്ട് ഒരു വ്യക്തതയില്ലതാണ് ഇപ്പോഴത്തെ ഒരു +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തിനു പോകണം എന്നുള്ള കൺഫ്യൂഷനാണ്. 4 വർഷ കോഴ്സുകൾക്കൊക്കെ പോയി അവസാനം 4 വർഷം സമയം കണ്ടെത്തുന്ന ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്ത് പെട്ടെന്ന് കയറി പോകാൻ പറ്റും, ഇല്ലേ? ചെയ്യാൻ പറ്റും. പക്ഷേ എന്നിട്ടും ഈ കുട്ടികൾ 4 വർഷം 3 വർഷമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് ഈ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് സാർ മനസ്സിലാക്കി. അതൊരു ഫാക്റ്റാണ് സാർ. എന്താ പറ്റുന്നതെന്ന് അറിയാം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ ഇൻഫോസിസ് പോലുള്ള കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ പലരും സബ്ജക്റ്റ് അതല്ലായിരുന്നു, ഓട്ടോമൊബൈലൊക്കെ പഠിച്ചിട്ട് വന്നവരുണ്ട്. അതായത് സാഹചര്യം കൊണ്ട് IT-യിലോട്ട്. അതെ, അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ആകാതെ ഒരു
നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതുപോലെ എൻ്റെ അഭിരുചി എന്താണ്. എനിക്ക് ബ്ലഡ് കണ്ടാൽ തലചുറ്റൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാതിരിക്കാൻ നല്ലത്. അപ്പോൾ എൻ്റെ അഭിരുചി പലപ്പോഴും നമ്മൾ പേരൻസ് ആണ് ഈ പിള്ളേരെ തെറ്റിക്കുന്നത്. കാരണം അയലോക്കത്തുള്ളവൻ്റെ മകൻ ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ മകനും ഡോക്ടർ ആവണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു അഡ്വൈസാണ് നമ്മളുടെ ഈ ഡിസ്കഷനിൽ. അതെ, കാരണം യൂത്തിനെ സംബന്ധിച്ച് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു നല്ല സ്കില്ലുള്ള അവരുടെ പാഷൻ എന്താണ് അത് ചെയ്യണം. നമുക്ക് നമ്മളുടെ ജോലിയോട് പാഷൻ ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് വി വിൽ നോട്ട് ബി ഏബിൾ ടു ഇംപ്രൂവ് ഇൻ ദ ജോബ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ +2 ഡിഗ്രി ഡിപ്ലോമ, അതിൽ ഇപ്പം ക്വാളിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ സാറിൻ്റെ സജഷൻസ് എന്താണ്? കാരണം എന്താണ്, ഇപ്പം ഒരുപാട് പേര് പല കാറ്റഗറി ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട്. ഇപ്പം ചെറിയ ഷോർട്ട് ടൈം കോഴ്സിന് ഡിമാൻഡ് വരുന്നുണ്ട്, SSLC +2. അപ്പം അതെങ്ങനെയാണ് നമുക്ക് ആ ജോബ് മാർക്കറ്റിൽ എങ്ങനെയാണ്, അതായത് ജോലി സംബന്ധമായിട്ട്? +2 അല്ലെങ്കിൽ SSLC പാസ്സായ ഒരാൾക്ക് 6 മാസത്തെ ഡിപ്ലോമ കോഴ്സിന് ചേരാൻ സാധിക്കും. പക്ഷേ പല കമ്പനികളും ഒരു സീനിയർ പോസ്റ്റിലേക്ക്, സൂപ്പർവൈസറി പോസ്റ്റിലേക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ മിനിമം ഡിഗ്രി ചോദിക്കും. മിനിമം റിക്വയർമെൻറ്റ് ഡിഗ്രി വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ എൻട്രി ലെവലായിട്ട് നമുക്ക് +2 അല്ലെങ്കിൽ SSLC കഴിഞ്ഞ ആൾക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് പറ്റിയൊരു കോഴ്സാണ് 6 മന്ത് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കോഴ്സ്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നത് 7 മോഡ്യൂൾ അടങ്ങുന്ന, അതായത് ബേസിക് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ കോഴ്സുകൾ. എന്നാൽ ഒരു കൊല്ലത്തെ കോഴ്സ് ചെയ്യുന്ന, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൂടാതെ ഓവർ ആൻഡ് അബോവ് ഈ 7 മോഡ്യൂൾ കൂടാതെ വേറെ 5 മോഡ്യൂളും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും ഡിഗ്രി എടുത്തിട്ടതിന് പോകാൻ വേറെ പല റീസൺ കൊണ്ടും പറ്റിയില്ല എന്ന് വരും. അവർക്ക് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം എൻട്രി ലെവൽ ഒരു സ്റ്റോർ കീപ്പറായിട്ടോ സ്റ്റോർ അസിസ്റ്റൻ്റ് ആയിട്ടോ ചേരാനായിട്ട് +2 വിത്ത് ഒരു 6 മന്ത് ഡിപ്ലോമ മതിയാവും. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അപ്പം ഈ എൻട്രി ലെവലിൽ വരുന്നവർക്ക് പാരലി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. അതെ. അപ്പോൾ ഓവറോൾ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഇപ്പം ഗവൺമെൻറ് സംവിധാനങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ മാനുഫാക്ചറിങ്ങിൻ്റെ സ്കോപ്പ് കൂടുതൽ ഒരുപാട് ആളുകൾ ജോബ് ഇന്ത്യയിൽ ഇനി അങ്ങോട്ട് ഒരു ബൂമിംഗ് സ്റ്റേജാണ് ശരിക്കും. നേരത്തെ നിന്ന് വ്യത്യസ്തമായി ഫ്യൂ ഇയേഴ്സ് നമ്മൾ പല രാജ്യങ്ങളെയും മറികടന്ന് 3rd 4th പൊസിഷനിലേക്ക് വരുമെന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സ്കില്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പുറത്ത് പോകാതെ തന്നെ നല്ലൊരു പാക്കേജോട് കൂടി കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ. പിന്നെ നമ്മൾ ഈ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് ഇങ്ങോട്ട് കാസർഗോഡ് വരെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വെയർ ഹൗസസ് ഇപ്പം കിടക്കുന്നത് കൊച്ചിയാണ്. അപ്പോൾ ധാരാളം ആളുകൾ, സ്റ്റുഡൻസ് കൊച്ചിയിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഈ കോഴ്സുകൾ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ചിലരിപ്പോൾ പാർട്ട് ടൈം ജോബുകൾക്കും, ചിലർ ഈ പറഞ്ഞ ഇൻറ്റേൺഷിപ്പും, അതേപോലെ ആഡ് ഓൺസിനൊക്കെ കൂടുതൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആഡ് ഓൺസിലൊക്കെ ഒന്ന് ആഡ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ കോഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലുള്ള, അതായത് പർച്ചേസ്, ട്രാൻസ്പോർട്ടേഷൻ, അതെല്ലാം കൂടാതെ SAP, ഇപ്പോഴത്തെ മോഡേൺ വെയർ ഹൗസസ് എല്ലാം ഒന്നുകിൽ വെയർ ഹൗസ് മാനേജ്മെൻറ്റ്, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് SAP ആണ്, SAP ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരു 10 days ട്രെയിനിങ് വിത്ത് ഫുൾ സപ്പോർട്ട്, ഔട്ട്സൈഡ് ഏജൻസിയാണ് വന്ന് ചെയ്യുന്നത്. അത് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ പല ആൾക്കാർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് അറിയാമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ സംസാരിക്കാനുള്ള കപ്പാസിറ്റി പലർക്കും അല്ലെങ്കിൽ ഒരു വിമുഖതയുണ്ട്. അത് മാറ്റാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഡീഷണൽ ഫീസൊന്നും ഇല്ലാതെ തന്നെ SAPയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ, ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എന്തൊക്കെയാണ് ഡ്രസ് കോഡ്, എന്തൊക്കെയാണ്, എങ്ങനെ പോകണം, എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് താങ്ക് യു പറയേണ്ടത് എന്ന് വേണ്ട എല്ലാ രീതികളും അതിൻ്റെയും കോഴ്സ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വിത്തൗട്ട് അഡീഷണൽ ഫീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ SAP എന്ന് പറയുമ്പോൾ ഏത് മെറ്റീരിയൽ മാനേജ്മെൻറ്റിലല്ലേ ഫോക്കസ് വരുന്നത് കൂടുതലും? SAP എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ബ്രാഞ്ചും കൂടെ ഒന്നിച്ചുള്ളതാണ്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്നത് വെയർ ഹൗസിനെ സംബന്ധിച്ചുള്ളത് മാത്രം. ഇപ്പം അക്കൗണ്ട്സ് പഠിക്കുന്ന ആൾക്കാർക്ക് അക്കൗണ്ട്സിൻ്റെ SAP, മാനുഫാക്ചറിങ്ങിലാണെങ്കിൽ അതിൻ്റേത്. അപ്പോൾ അങ്ങനെ അതായത് SAP എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ സാധാരണയായിട്ടൊരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും, ഫൈനാൻസ് ഉണ്ടാകും, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഉണ്ടാകും, പ്രൊഡക്ഷൻ ഉണ്ടാകും, ലോജിസ്റ്റിക്സ് ഉണ്ടാകും. അപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ റിലേറ്റഡ് സബ്ജക്റ്റ് മാത്രമാണ് SAPയിൽ പഠിപ്പിക്കുന്നത്.
പിന്നെ പലർക്കും ഒരു പ്രത്യേക കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കേഷൻ പാർട്ടാണ്. കാരണം പലരും ഈ ഇപ്പം നമുക്ക് ഒരു സെക്ഷൻ പറഞ്ഞത് പുതിയ കുട്ടികൾ SSLC +2 ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചു. അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ വർക്കിംഗ് പ്രൊഫഷൻസ്, ജോലി ചെയ്തിട്ട് പല മേഖലയിൽ ജോലി ചെയ്തിട്ട് ധാരാളം ആളുകൾ ഇപ്പം ഈ മേഖലയിലോട്ട് വരുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി ഇപ്പം വർക്ക് ചെയ്തിട്ട് പലരും വെയർ ഹൗസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും, ഷിപ്പിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ അവർ നേരത്തെ സർട്ടിഫൈഡ് അല്ല. അവരെ വീണ്ടും ഈ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ കോഴ്സിന് വരാനുള്ള ഒരു കാരണം എന്തായിരിക്കാം? മേ ബി ചില ഓർഗനൈസേഷൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്, അതായത് ഒരു സൂപ്പർവൈസർ ആയിട്ടല്ല, സൂപ്പർവൈസർ എക്സിക്യൂട്ടീവ് ആയിട്ടല്ല, എക്സിക്യൂട്ടീവ് എന്നൊരു മാനേജീരിയൽ പോസ്റ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വേണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരും ഇതുപോലുള്ള കോഴ്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അവർക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമ്മളുടെ അടുത്തുനിന്ന് ചെയ്യാൻ സാവകാശം ചെയ്യാം. അതായത് ജോലി നഷ്ടപ്പെടാതെ അവരുടെ ചോയ്സ് സമയത്ത് അവർക്ക് ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഈ ഡിപ്ലോമ സമ്പാദിക്കുകയും അവർക്ക് ഫർദർ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് സാർ ഇപ്പം വർക്കിംഗ് പ്രൊഫഷണൽ ഓൾറെഡി സംസാരിച്ചു. പിന്നെ അടുത്തത് പറയുന്നത് പറഞ്ഞാൽ ഇപ്പം പുതിയ സർട്ടിഫിക്കേഷൻസും പുതിയ സിലബസുകളൊക്കെ മാർക്കറ്റിൽ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് കുട്ടികളെ സംബന്ധിച്ച്. പല പല ബോഡീസ്, അഫിലിയേറ്റിംഗ് ബോഡീസ് പല പല സർട്ടിഫിക്കറ്റ്സ് ഓഫർ ചെയ്യുന്നു, പല സിലബസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ചില ക്യാൻഡിഡേറ്റ്സ് സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ചില ക്യാൻഡിഡേറ്റ്സ് അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സാറിൻ്റെ ഒരു അഭിപ്രായം ഫൈനലായിട്ട് എന്താണ്? ഒന്ന്, നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഇതിൻ്റെ ഓരോരോ സബ്ജക്റ്റും പഠിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഒരാളിപ്പോൾ ഷിപ്പിങ്ങിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആൾ ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ബാക്കിയെല്ലാം പഠിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ജോബ് സിറ്റുവേഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്താൽ റിട്ടയർ ആകുന്നവരെ അവിടെ നിൽക്കുക എന്നുള്ളതായിരുന്നു ട്രെൻഡ്. ഇന്ന് ഈ മൾട്ടിനാഷണൽസ് എല്ലാം വന്നതോടുകൂടി ആവറേജ് ആൾക്കാരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ 3 to 4 ഇയേഴ്സ് ഒരിടത്ത് നിൽക്കും, അടുത്ത ജമ്പോടുകൂടി വേറൊരു ഓർഗനൈസേഷനിൽ പോകും. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അഭികാമ്യമായിരിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ വേറൊരു ഓർഗനൈസേഷൻ ചെല്ലുമ്പോൾ സെയിം ജോബ്, ഫോർ എക്സാമ്പിൾ വെയർ ഹൗസിംഗ് മാത്രം പഠിച്ചിട്ട് അവരെ ഇൻവെൻട്രി കൺട്രോളിൽ ഇട്ടാൽ അവർക്ക് ബുദ്ധിമുട്ടായിത്തീരും. അല്ലെങ്കിൽ അവർ ട്രാൻസ്പോർട്ട് സ്വന്തമായിട്ട് ഫ്ലീറ്റുള്ള പല ഓർഗനൈസേഷനുണ്ട്, 100 കണക്കിന് വെഹിക്കിൾസ് സ്വന്തമായിട്ടല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടേഷനെ പറ്റി അറിയില്ലെങ്കിൽ അവർക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളുടെ കാരിയർ ഗ്രോത്ത് നന്നായിട്ട് വേണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും ടച്ച് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ബേസിക് നോളജ്. അവസാനത്തെ ഒരു ചോദ്യമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് വെച്ചിട്ട് ഈ ലോജിസ്റ്റിക്സിൻ്റെ ഈ നോളജ് വെച്ചിട്ട് നമ്മുടെ സർട്ടിഫിക്കേഷൻ, ഡിപ്ലോമ, PG ഡിപ്ലോമ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം കോഴ്സും ഉണ്ട്. ക്യാൻഡിഡേറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ ഓൺട്രപ്രണർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ? ഓൺട്രപ്രണർഷിപ്പിൽ ഇതും ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ ഏറ്റവും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഹൗ ടു അവോയ്ഡ് വേസ്റ്റേജ്, ലീൻ മാനേജ്മെൻറ്റ്. നമ്മൾ ലീൻ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലീൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വേസ്റ്റേജും ഇല്ലാതെ ദ ബെസ്റ്റ് പോസിബിൾ വേയിൽ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാനുള്ളൊരു വഴിയാണ്. അപ്പം ഒരു ആൾ ഓൺട്രപ്രണർ ആയിക്കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽ മേടിക്കുന്നു, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് മേടിക്കുന്നു, കൺവേർട്ട് ചെയ്തൊരു ഐറ്റം ആക്കുന്നു. അപ്പോൾ ഈ ഓൾ ആക്ടിവിറ്റീസിൽ ലോജിസ്റ്റിക്സ് എന്തായാലും ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് അതിനെപ്പറ്റി ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് ആ നോളജ് ഉള്ളത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. സൂപ്പർ ഡിസ്കഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ.